നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷ ജില്ലാതല ഉദ്ഘാടനം നടത്തി. നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. സഹകരണ സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠര് രാജീവരുടെയും കണ്ഠര് ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. മാളികപ്പുറം മേൽശാന്തി PG മുരളി മാളികപ്പുറത്ത് നട തുറന്നു. ഇടമലയാർ, താളങ്കണ്ടം, പൊങ്ങിൻചൂട് ആദിവാസി നഗറുകളെ ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നു. ആന്റണി ജോൺ MLA-യുടെയും എൽദോസ് കുന്നപ്പള്ളി MLA-യുടെയും നേതൃത്വത്തിൽ പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഭാവിയിലും വേണ്ടിവരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷ ജില്ലാതല ഉദ്ഘാടനം നടത്തി. സഹകരണ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. MM മണി MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ് വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലയോട് പ്രതിബദ്ധതയും ജനങ്ങളോട് ആഭിമുഖ്യവും സ്നേഹവും പുലർത്തും വിധം രാജ്യാന്തര തലത്തിൽ മാതൃകയായി വളർച്ചയുടെ പടവുകൾ കയറാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണസമിതിയുടെ പ്രവർത്തനം മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കുന്നതിനൊപ്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാജ്യാന്തര മേഖലയിൽ വളർച്ചയുടെ പടവുകൾ കയറിയ ഒരു മേഖലയായി സഹകരണ മേഖല വളർന്നു പന്തലിച്ചു. ഈ മേഖലയെ തകർക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചില നീക്കങ്ങളുണ്ടായപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്നത് എല്ലാ സഹകാരികളും ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേകതയാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ ക്രെഡിറ്റ് സംഘങ്ങളെ, സഹകരണ മേഖലയെ നിലനിർത്തണമെന്നുള്ള ആശയവും ആഗ്രഹവും പ്രകടിപ്പിച്ച് ഒരുമിച്ചിറങ്ങി എന്നുള്ളത് ജനങ്ങൾക്ക് വിശ്വാസമാർജിക്കാൻ വീണ്ടും അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളത് ഈ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണാൻ കഴിയും. ഇന്ന് കേരളത്തിലെ പൊതുവിലുള്ള സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ 2.5 ലക്ഷം കോടി നിക്ഷേപമുള്ള ഒരു മേഖലയായി സഹകരണ മേഖല വളർന്നു കഴിഞ്ഞു. ഇത് മറ്റൊരിടത്തും ആർക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. നമ്മൾ ഈ കാര്യങ്ങളെ ജാഗ്രത കൂടി കാണേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായി അതെല്ലാം പ്രശ്നമാണ്, സഹകരണ മേഖലയുടെ തകർച്ചയാണെന്ന് വിലയിരുത്തപ്പെടേണ്ടതില്ല. അതിന് ജാഗ്രത ഉണ്ടാകും. ആ ജാഗ്രത പുലർത്തിക്കൊണ്ടത് പരിഹരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക, അതാണ് അനിവാര്യമായിട്ടുള്ളത്. നമ്മുടെ വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്നതുപോലെ ആ ഭരണസമിതിയാണ് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തുന്നതെങ്കിലും ജനങ്ങളുടെ വിശ്വാസമാണ് ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നത്. ആയിരക്കണക്കിന് ജീവനക്കാരും അതോടൊപ്പം നിക്ഷേപകരും ഭരണസമിതി അംഗങ്ങളെല്ലാം ചേരുന്ന വലിയ ബൃഹത്തായ ഒരു ശൃംഖല. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് പതാക ഉയർത്തിയതിനെ തുടർന്ന് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നിന്നും സഹകാരികൾ പങ്കെടുത്ത സഹകരണ ഘോഷയാത്രയും പരിപാടിയുടെ ഭാഗമായി നടന്നു.
വീഡിയോ പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് പോകും ഞാൻ ഗ്രൂപ്പിൽ ചിരിച്ചോണ്ടൊക്കെ നവംബർ 14 മുതൽ നവംബർ 20 വരെയാണ് വാരാഘോഷം നടക്കുക. പരിപാടിയിൽ ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR സോദരൻ അധ്യക്ഷത വഹിച്ചു. MM മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ്, ജോയിന്റ് ഡയറക്ടർ ആഡിറ്റ് ഷാൻഡി തോമസ്, നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് അംഗം അനിൽ കൂവപ്പളാക്കൽ, കേരള ബാങ്ക് ഡയറക്ടർ KV ശശി, VC അനിൽ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ മോൻസി ജേക്കബ്, മറ്റ് സഹകാരികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. സഹകരണ സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷിൻഡോ ജോർജ്, ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെയും DLED, BEd, MEd എന്നിവ പാസ്സായ വിദ്യാർത്ഥികളെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. ജില്ലയിലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായ ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത കണക്കുകളും അഡീഷണൽ ബഡ്ജറ്റും ലാഭവിഭജനവും 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷിൻഡോ ജോർജ്, ഭരണസമിതി അംഗങ്ങളായ ജോയ്സ് മാത്യു, സജി മാത്യു, ജിബിൻ മാത്യു, രതീഷ് VR, ലിജോമോൻ ജോർജ്, ഗ്ലോറിയ തോമസ്, ബിന്ദുമോൾ K ഒലിയപ്പുറം, സ്മിത അഗസ്റ്റിൻ, സെക്രട്ടറി ഇൻചാർജ് ഷാംഗ്ലിംഗ് ജോസ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് പറയും നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് നീ എഴുതാൻ പോകുന്നത്. അതേ ഭാഷ നിങ്ങൾ പിന്നെ കിടന്നത് 12ാം ക്ലാസ്സിലാണ്. 12ാം ക്ലാസ്സിലും അത് തന്നെ പറയും. പക്ഷേ അതിനകത്ത് ഒന്നിനേക്കാൾ മോശമായതുകൊണ്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ സമയത്തായിരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് 10ാം ക്ലാസ്സാണ്. അതിനുശേഷം നിങ്ങൾ അല്പവും കൂടി പക്വതയിലേക്ക് വന്ന് വളർന്നു കഴിയുമ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും പറയും 12ാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കണം. ഇവിടെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ മികവ് തെളിയിച്ചവരാണ്. ഇതുകൊണ്ടെല്ലാം ആയി എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ നിങ്ങൾ നിറവേറ്റി, നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നിങ്ങൾ ഒരു പടി കൂടി കടന്നു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനാർഹമാണ്. അവിടെ കൊണ്ട് അവസാനിക്കാനല്ല, വീണ്ടും ഇനി ഉള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മൾ സാധാരണഗതിയിൽ വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും അടിത്തറയാണ് ഏറ്റവും ശക്തമായിട്ടിരുന്നത്. പക്ഷേ അത് അടിത്തറയിട്ടിട്ട് അത് മണ്ണിട്ട് മൂടുക ചെയ്യുന്നത്. ഓൾ ഇന്ത്യ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ സമ്മാനിക്കുന്ന ഗുരുശ്രേഷ്ഠ, സാഹിത്യശ്രേഷ്ഠ, കൊന്നിയൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് എന്നിങ്ങനെയുള്ള പുരസ്കാരങ്ങൾ നേടിയ സഹകാരി അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ സഹകാരികളുടെ മക്കളായ വിദ്യാർത്ഥികളെയും ഈ വർഷം DLED, BEd, MEd എന്നിവ പാസ്സായ സഹകാരികളുടെ മക്കളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണ്ഡലകാലം ആരംഭിച്ചു. ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠര രാജീവരുടെയും കണ്ഠര ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. മാളികപ്പുറം മേൽശാന്തി PG മുരളി മാളികപ്പുറത്ത് നട തുറന്നു. 18ാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിയിച്ചതോടെ 18ാം പടി ഭക്തർക്കായി തുറന്നുകൊടുത്തു. ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് K അജുകുമാർ, CG സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമല ശ്രീകോവിൽ നട തുറന്നു. ശബരിമല സന്നിധിയിൽ ദർശന സൗഭാഗ്യം തേടിയെത്തിയവർ നിറഞ്ഞ മനസ്സോടെ അയ്യപ്പനെ തൊഴുതു. ഇനി മകരവിളക്ക് കഴിഞ്ഞ് നടയടയ്ക്കും വരെ ശരണമന്ത്ര മുഖരിതമാവും അയ്യപ്പ സന്നിധി. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് നട തുറന്നപ്പോൾ ശരണം വിളികളാൽ സന്നിധാനം നിറഞ്ഞു. തന്ത്രി കണ്ഠര രാജീവരുടെയും കണ്ഠര ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. വെള്ളിയാഴ്ച പൂജകൾ ഉണ്ടായിരുന്നില്ല. പുതിയ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി ഇന്ന് നട തുറന്നു. മാളികപ്പുറം മേൽശാന്തി PG മുരളി മാളികപ്പുറത്ത് നട തുറന്നു. പുതിയ മേൽശാന്തി T വാസുദേവൻ നമ്പൂതിരിയാണ് ഇന്ന് നട തുറന്നത്. 18ാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിച്ചതോടെ 18ാം പടി ഭക്തർക്കായി തുറന്നുകൊടുത്തു. ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്,
അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ അജുകുമാർ, CG സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരെ ഉച്ചയോടെ പമ്പയിൽ നിന്ന് കടത്തിവിട്ടു. 2:25 ആദ്യ സംഘം വലിയ നടപ്പന്തലിലെത്തി. സന്നിധാനത്ത് തന്നെ തങ്ങുന്ന പലരും പുലർച്ചെ നെയ്യഭിഷേകവും നടത്തിയാകും മടങ്ങുക. വിർച്വൽ ക്യൂ വഴി ഒരു ദിവസം 70,000 പേർക്കാണ് ദർശനം അനുവദിക്കുക. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം 2024-25 വാഴക്കുളത്ത് നടന്നു. ക്ഷീര കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ക്ഷീരവികസന സെമിനാർ, മികച്ച ക്ഷീര കർഷകരെ ആദരിക്കൽ, ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘത്തെ ആദരിക്കൽ, പാൽ ഉൽപ്പന്ന പ്രദർശനം എന്നിവയും നടന്നു. ക്ഷീരകർഷകർക്കുള്ള ഗ്രാമീണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷീരവികസന വകുപ്പിന്റെയും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് ക്ഷീര കർഷക സംഘം 2024-25 മഞ്ഞള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടന്നു. ക്ഷീര കർഷക സംഗമം ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ പ്രപ്പോസൽസിന് പണം അനുവദിച്ചാൽ മാത്രമേ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മൾ അവരെ അന്ധമായി ഡിപ്പാർട്ട്മെന്റിൽ തൊട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പണം വേണ്ട പോലെ അനുവദിക്കുന്നില്ല. ഈ മേഖലയെ ഒരു അവഗണന നേരിടുകയാണ് കാലങ്ങളായി. ഇപ്പൊ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം കുറ്റം പറയുന്നതാണ്. ഞാൻ വിചാരിച്ചു ഈ ക്ഷീര കർഷക സംഗമത്തിൽ എല്ലാവരും പലപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ പബ്ലിക്കായിട്ട് നമുക്കൊരു വിമർശനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി ഞാൻ പൊതു സമൂഹത്തിന്റെ താല്പര്യം മുൻനിർത്തി ഞാൻ ഒരു MLA ആയിരുന്നിട്ട് കൂടി ഒരു കാര്യം പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദി ഉപയോഗിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തില് പാലിന്റെ വില വർദ്ധിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ക്ഷീര കർഷകരുടെ ആവശ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഏറെ കാലമായി എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിലുള്ള വൺ ഓഫ് ദ ദൗർബല്യം, ഏക ദൗർബല്യം എന്ന് പറഞ്ഞാൽ ശരിയല്ല, എൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രധാന ദൗർബല്യമുള്ള ഒന്നാണ് ഈ ചായ കുടിക്കാനുള്ളത്. കാരണം കാലത്ത് ഒരു ചായ കിട്ടിയില്ലെങ്കിൽ എത്ര പലവട്ടം നിർത്താൻ ആഗ്രഹിച്ചിട്ട് നിർത്താൻ പറ്റാത്ത ഒരു ദൗർബല്യമാണ് ചായ കുടിക്കുന്നത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ക്ഷീരവികസന സെമിനാർ, മികച്ച ക്ഷീര കർഷകരെ ആദരിക്കൽ, ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘത്തെ ആദരിക്കൽ, പാൽ ഉൽപ്പന്ന പ്രദർശനങ്ങൾ എന്നിവയും നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്കിലെ ഈ വർഷത്തെ മികച്ച ക്ഷീര കർഷകരായി തിരഞ്ഞെടുത്ത ബിജു PN, ലൈസമ്മ ഇമ്മാനുവൽ, വിജേഷ് വിജയൻ എന്നിവർക്ക് അവാർഡുകൾ നൽകി. ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തണ്ടമകൽ, മഞ്ഞള്ളൂർ അപ്കോസ് പ്രസിഡന്റ് റിജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ, സഹകാരികൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു. മികച്ച പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത ഗ്രാമസഭ നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാഫ് സെക്രട്ടറി ബാക്കി എല്ലാവരെയും ഞാൻ എൻ്റെ ആശംസ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ഹരിതസഭയിൽ പങ്കെടുക്കാൻ പറ്റിയ കുട്ടികൾക്ക് ആണ് ഏറ്റവും കൂടുതലായിട്ട് ആശംസകളും നന്ദിയും അറിയിക്കേണ്ടത്. കാരണം കുട്ടികളിലൂടെ നമുക്ക് വളർന്ന് നമ്മുടെ സമൂഹത്തെ വരും തലമുറയെ എങ്ങനെ ഹരിതാപമാക്കാം എന്നുള്ള ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് സമയം കൊടുക്കുകയും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സെക്രട്ടറി ഷേർലി ജോൺ പ്രവർത്തനം വിലയിരുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷെമിന നാസർ, ഉഷ രാജശേഖരൻ എന്നിവർ ആശംസകൾ. മെമ്പർമാരായ സജി ചെമ്പകശ്ശേരി, സുനിത ഉണ്ണി, മായ ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു. മികച്ച പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. ഇടമലയാർ, താളംകണ്ടം, പൊങ്ങൻചൂട് ആദിവാസി നഗറുകളെ ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നു.
ആന്റണി ജോൺ MLA-യുടെയും എൽദോസ് കുന്നപ്പള്ളി MLA-യുടെയും നേതൃത്വത്തിൽ KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. കോതമംഗലത്ത് നിന്നും കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളംകണ്ടം നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി രണ്ട് നഗറുകളിലെയും ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ മേഖലകളിലേക്ക് KSRTC വേണമെന്നുള്ളത്. ആന്റണി ജോൺ MLA-യുടെയും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെയും നേതൃത്വത്തിൽ KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ KSRTC ബസ്സിൽ യാത്ര ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആന്റണി ജോൺ MLA-യും എൽദോസ് കുന്നപ്പള്ളി MLA-യും സംയുക്തമായി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ശരണമന്ത്രങ്ങളുമായി പരമ്പരാഗത കാനന പാതയിലൂടെ അയ്യപ്പ ഭക്തർ പുണ്യദർശനത്തിനായി പോയി തുടങ്ങി. രാവിലെ 7:30 വണ്ടിപ്പെരിയാർ സത്രം കാനന പാതയിലൂടെ അയ്യപ്പ ഭക്തരെ ശബരിമല ദർശനത്തിനായി കടത്തിവിട്ടു തുടങ്ങിയത്. 350ഓളം അയ്യപ്പ ഭക്തരാണ് കാനന പാതയിലൂടെ കടന്നു പോകുവാനായി ആദ്യം രജിസ്റ്റർ ചെയ്തത്. പരമ്പരാഗത കാനനപാതയ്ക്ക് ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശരണമന്ത്രങ്ങളുമായി അയ്യപ്പ ഭക്തർ ശബരിമല ദർശനത്തിനായി പോയി തുടങ്ങി. ശ്രീധർമ്മശാസ്താവിന്റെ കാനനയാത്രയെ അനുസ്മരിക്കും വിധം വന്യമൃഗ സാന്നിധ്യത്തിന് നടുവിലൂടെ കൊടുങ്കാട് കടന്ന് അയ്യപ്പ ദർശനം നടത്തുക എന്നത് രുദ്രാക്ഷമണിഞ്ഞ ഏതൊരു അയ്യപ്പ ഭക്തന്റെയും ആഗ്രഹമാണ്. ആയതിനാലാണ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള അയ്യപ്പ ഭക്തർ ഇതുവഴി എത്തുന്നത്. രാവിലെ 7:30 സത്രം വഴി അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കരുതലോടെയുള്ള സുരക്ഷയാണ് വനം വകുപ്പിന്റെ RRT ടീം ഒരുക്കിയിരിക്കുന്നത്. ആദ്യ കാനന സഞ്ചാരം നടത്തുന്ന അയ്യപ്പ ഭക്തർക്കൊപ്പം സുരക്ഷയ്ക്കായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പുല്ലുമേട് വരെ എത്തിയിരുന്നു. പ്രത്യേക പൂജയോടുകൂടിയാണ് കാനന പാതയിലൂടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യമായി അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടത്. പീരുമേട് MLA വാഴൂർ സോമൻ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജ്യോതിഷ് ഓഴാങ്കൽ എന്നിവർ കാനന പാതയിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി. വണ്ടിപ്പെരിയാർ സത്രത്തിൽ അയ്യപ്പ ഭക്തർക്കായുള്ള പഞ്ചായത്തിന്റെ ശൗചാലയങ്ങളും ശുചിമുറികളും ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. ശബരിമലയിലേക്ക് കാനനപാത വഴിയുള്ള യാത്ര ഇന്നേ ദിവസം സത്രത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനകം 300-ലധികം സ്വാമിമാര് ഈ വഴി സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏത് കാലത്തെ അപേക്ഷിച്ചും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പുമെല്ലാം സർവസജ്ജമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. പാസ് എടുത്ത് സ്വാമിമാർക്ക് ഇതുവഴി പോകാവുന്നതാണ്. ഇവിടെ ആകെയുള്ള ഒരു പരിശോധന എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുമായിട്ട് ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. അത് ഒഴിവാക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സത്രം മുതൽ കൈതക്കുഴി വരെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കൈതക്കുഴി മുതൽ പാണ്ടിത്താവളം വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുന്ന കാര്യം ദേവസ്വം ബോർഡ് മെമ്പറുടെ ശ്രദ്ധയിൽ രാവിലെ തന്നെ ഉന്നയിച്ചു. അത് അടിയന്തരമായും പൂർത്തിയാക്കാം. കാരണം ഇവിടുന്ന് കയറിപ്പോകുന്ന സ്വാമിമാര് കൈതക്കുഴി എത്തുമ്പോഴേക്കും വൈകുന്നേരമാകും, ഇരുട്ടാകും. അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കാമെന്ന് ദേവസ്വം ബോർഡ് മെമ്പർ സമ്മതിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാവിധമായ ഒരുക്കങ്ങളും നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് കാര്യം. KSRTC 2 ബസ് സർവീസ് സത്രത്തിലേക്ക് ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനുമായും ബന്ധപ്പെട്ട് നടപടികൾ നീക്കിവരികയാണ്. റോഡ് മെയിൻ്റനൻസിനെ സംബന്ധിച്ചിടത്തോളം വണ്ടിപ്പെരിയാർ തൊട്ട് സത്രം വരെയുള്ള റോഡ് മെയിൻ്റനൻസിന് കോൺട്രാക്ട് നൽകി കഴിഞ്ഞു. ഇന്ന് തന്നെ കോൺട്രാക്ടുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി 300ഓളം
പേരാണ് ആദ്യ ദിനത്തിൽ കടന്നുപോയത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാനനപാതയിൽ 7ഓളം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പരമ്പരാഗത കാനനപാതയ്ക്ക് ശബരിമല മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകളാണ്. VR വിജയൻ, VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഭാവിയിലും വേണ്ടിവരും. എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങളിലേക്ക് പോകാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ നേതൃത്വം നൽകാൻ മുഴുവൻ സഹകരണവും ഉണ്ടാകണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഭാവിയിലും വേണ്ടിവരും. എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങളിലേക്ക് പോകാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുവാൻ നേതൃത്വം നൽകുവാൻ മുഴുവൻ സഹകരണവും ഉണ്ടാകണമെന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. സീപ്ലെയിൻ ഇടുക്കിയിൽ ഇറങ്ങി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു കാര്യമാണ്. തുടർന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനും കേട്ടു. നമുക്കെന്താ വേണ്ടത്? ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും പുരോഗതി പങ്കാളിത്തം വയ്ക്കുക എന്നുള്ളതാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ വിദേശ ടൂറിസ്റ്റുകൾ വരണ്ടേ? അവർക്ക് അവരുടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഇപ്പോൾ അമേരിക്ക എന്നോ ജപ്പാനിൽ നിന്നോ വരുന്ന ഒരാൾ കോഴിക്കോട്ട് ഇറങ്ങിയാൽ അല്ലെ കൊച്ചി വന്നാൽ, കൊച്ചിയൊക്കെ കണ്ടതിന് ശേഷം ഇടുക്കിയിലേക്കൊന്ന് വരണം, മൂന്നാറിലോ മാട്ടുപ്പെട്ടിലോ വരണം, 4.5 മണിക്കൂർ റോഡ് യാത്ര ചെയ്യണം. ഒരു ദിവസം അവരുടെ അടുത്ത് പോകും. പിറ്റേ ദിവസം ഇവിടുന്ന് ഏതെങ്കിലും വഴിക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങി കോവളത്തോ വല്ലതും പോകണമെങ്കിൽ 2 ദിവസത്തെ യാത്രയായി. അവർക്ക് കിട്ടുന്ന പരിമിതമായ സമയം കൊണ്ട് ഇതെല്ലാം കണ്ടുകെട്ട് പോകാനുള്ള അവസരങ്ങളുണ്ടാവണം. അതിനൊക്കെ ഒരു ഇച്ഛാശക്തി രൂപപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ കാസർഗോഡ് വരുന്ന ഒരാൾ കണ്ണൂരെല്ലാം വന്ന് കണ്ടുകേട്ട് അവിടുന്ന് ഒരു ഫ്ലൈറ്റിൽ ഇങ്ങ് പോന്നാൽ 15 ഞാൻ മാട്ടുപ്പെട്ടിയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് ഫ്ലൈറ്റിലാണ് പോയത്. 16 മിനിറ്റ് കൊണ്ടാണ് നെടുമ്പാശ്ശേരി ചെന്ന്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് 16 മിനിറ്റ് കൊണ്ട്. എൻ്റെ വണ്ടി അവിടുന്ന് മെയിൻ റോഡിൽ കയറിയില്ല. അന്നേരം മാട്ടുപ്പെട്ടിയിൽ നിന്ന് മെയിൻ റോഡിൽ കയറിയില്ല. അതായത് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് അവർ ചെല്ലും. അവിടെ 2-3 മണിക്കൂർ അവർ സമയം ചിലവഴിക്കും. അവർ ആലപ്പുഴയ്ക്ക് പോകും. അവിടെയെല്ലാം കണ്ട് 2-3 മണിക്കൂർ ചിലവഴിക്കും. അവർ കോവളത്തേക്ക് പോകും. അങ്ങനെ അവർ ഒരു ദിവസം കൊണ്ട് അവരുടെ പാക്കേജ് പൂർത്തിയാക്കി മടങ്ങുന്ന നിലയിലുള്ള സംരംഭങ്ങൾ ഇനി ഭാവിയിലേക്ക് ഉണ്ടാകണ്ടേ? ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്റ്റാണ്. അത് നമ്മുടെ നഗരങ്ങളെ തമ്മിലും ജലാശയങ്ങളെ തമ്മിലും നമ്മുടെ വ്യോമയാനങ്ങളെ ഒക്കെ തമ്മിൽ എയറോഡ്രോമുകളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി, അതിൻ്റെ നടത്തിപ്പ് ക്രമങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാനാണല്ലോ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയത്. വിജയകരമായി ലാൻഡ് ചെയ്തു. അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കട്ടെ. അതിനൊക്കെ ഇനി ഇങ്ങനെയുള്ള വിമർശനാത്മകമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവരെ എല്ലാവർക്കും ഏത് തലത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നമുക്കുണ്ട്. ഇടുക്കിയുടെ ഭാവി നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാകുന്നത് ചെറിയ ആൾക്കാർക്കും വലിയ ബിസിനസ്സുകാർക്കും ചെറിയ തട്ടുകട നടക്കുന്നവർക്കും ചായ കൊണ്ടു കൊടുക്കുന്നവർക്കും എന്നിട്ട് എല്ലാ വിധത്തിലും അവരുടെ ജീവിത മാർഗമായി ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്ന വലിയൊരു മാറ്റത്തിന് ഇടം കൊടുക്കുന്നൊരു സംരംഭം കേരളത്തിൽ എത്തിയ ആ പ്ലെയിൻ കാനഡയിൽ നിന്ന് വന്നതാണ്. അതിനെ നമുക്ക് ഇടുക്കിയിൽ ലാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. അതിന് പറ്റിയതായ പ്ലേസ് നമ്മൾ കൊടുത്തു. ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേണ്ടി അഗത്തിയിലേക്കാണ് പോയത്. അവിടുന്ന് 3-4 സ്റ്റേറ്റ് ഇറങ്ങിയത് കാനഡയിലേക്ക് മടങ്ങുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതായാലും ചരിത്രത്തിൻ്റെ ഭാഗമായി ഇടുക്കിയിലൊരു വിമാനം ഇറങ്ങി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. നമുക്കതിനെ എല്ലാവരും കൂട്ടിച്ചേർത്ത് നിർത്തണം. നമുക്കതൊക്കെ ഇനി ഭാവിയിൽ ധാരാളം ചർച്ചകളൊക്കെ വേണ്ടി വരും. അതൊക്കെ വരട്ടെ. കമ്പനികളുമായിട്ട് ആലോചിക്കേണ്ടി വരും. അവർക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. എങ്കിലും അതിനെ നമുക്ക് തുറന്ന മനസ്സോടുകൂടി അത് സ്വീകരിക്കാൻ തയ്യാറാകണം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിവാദങ്ങളിലേക്ക് പോകാതെ നാടിൻ്റെ സമഗ്രമായ പുരോഗതിയിൽ ഉളവാക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന് നേതൃത്വമായ പങ്കാളിത്തം ഏറ്റെടുക്കുമ്പോൾ വളരെ സഹകരണം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പദ്ധതിയിൽ വിമർശനാത്മക കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യേണ്ടതുണ്ട് എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സീപ്ലെയിൻ മാട്ടുപ്പെട്ടി ഡാമിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന ടൂറിസം പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് വനം വകുപ്പ് രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. VBC ന്യൂസ്, കട്ടപ്പന. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. തിരുവനന്തപുരം പുളിക്കോട് സ്വദേശിയായ അനൂപിനെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ തൊടുപുഴ ജില്ലാ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് തിരുവനന്തപുരം പുളിക്കോട് സ്വദേശിയെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 3 മാസങ്ങൾക്ക് മുൻപ് ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥനായ അനൂപ് വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും ഇവരെ വിവാഹം കഴിക്കാമെന്ന്
വാക്കു നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ വേർപിരിയുന്ന സാഹചര്യവും ഉണ്ടായി. ഇവർ രണ്ടുപേരും മുൻപ് വിവാഹം കഴിച്ച് വേർപിരിഞ്ഞ് കഴിയുന്നവരാണ്. ഈ സ്ത്രീക്ക് 13 വയസ്സുള്ള മകൾ ഉണ്ടായിരുന്നതായും മകളുമായി ഇയാൾ അടുപ്പം സ്ഥാപിക്കുകയും ഇയാൾ താമസിക്കുന്ന വണ്ടിപ്പെരിയാറിലെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന വനിതാ സെൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലേക്ക് അയക്കുകയും ചെയ്തത്. തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ തൊടുപുഴ ജില്ലാ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. മാലിന്യമുക്ത നവകേരളത്തിന് പുതുതലമുറയുടെ വാഗ്ദാനവുമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൂവപ്പടി പഞ്ചായത്തിലെ കോടനാട് കുട്ടികളുടെ ഹരിതസഭ നടത്തി. കോടനാട് ബെസേലിയസ് പബ്ലിക് സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്തു. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അതിർത്തിയിലുള്ള 18 സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഹരിതസഭ രൂപീകരിച്ചത്. കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MO ജോസ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടെ കേരള സംസ്ഥാനം ശുചിത്വ കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ കൊച്ചുമക്കളെ പങ്കെടുപ്പിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ നിന്ന് ശുചിത്വം ആരംഭിച്ചാൽ മാത്രമേ ഇനി വരും തലമുറയ്ക്ക് അത് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ്. നിങ്ങളിൽ ഈ ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇനി വരും തലമുറയും ഇത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങും അതുപോലെ ഗ്രാമസഭയുടെയും ഒന്നും കാര്യമില്ല. ഇത് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പോട്ട് പോകെ നമ്മുടെ ഈ സംസ്ഥാനം ശുചിത്വമാകുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പ്രാപ്തിയിൽ എത്തുന്നതിന് വേണ്ടി സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള സഭകൾ നമ്മൾ രൂപീകരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ സാംസൺ ജേക്കബ്, സിന്ധു അരവിന്ദ്, സിനി എൽദോ, ചാർലി പൌലോസ്, ജിജി ശെൽവരാജ്, ബിന്ദു കൃഷ്ണകുമാർ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അഭിലാഷ് അനിരുദ്ധൻ, ആർ ഗോപകുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി വിനയ ബാബു, സ്കൌട്ട് ആൻഡ് ഗൈഡ് ഫെലോഷിപ്പ് പ്രതിനിധി ഫിറോസ് KM, തോമസ് പോൾ റംബാൻ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി. ബിസിനസ് വാർത്ത. ഇൻഡസ് ഗാർഡൻ ബെഡാമാർട്ടിന്റെ 4ാമത് ഹോൾസെയിൽ ഷോറൂം തൊടുപുഴ മർത്തോമ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഗുണമേന്മയേറിയ ബസ്മതി കൈമ റൈസുകളുടെ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഇൻഡസ് ഗാർഡൻ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. കമ്പനി CEO ഡോക്ടർ രാജേഷ് നായർ മുഖ്യപ്രഭാഷണം നടത്തി. ദോഹ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന വിസ്ത ഗ്ലോബൽ ഗ്രൂപ്പിന്റെ ഇൻഡസ് ഗാർഡൻ ബെഡാമാർട്ടിന്റെ 4ാമത് ഹോൾസെയിൽ ഷോറൂം തൊടുപുഴ മാർത്തോമ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഗുണമേന്മയേറിയ ബസ്മതി കൈമ റൈസുകളുടെ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഇൻഡസ് ഗാർഡന്റെ ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മളാണേലും നമ്മുടെ പിള്ളേർ പറയുമ്പം തൊടുപുഴ പോയി 2 കിലോ ഇന്ത്യ ഗേറ്റോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും. ഇങ്ങനെയൊരു റൈസ് നമ്മളെ പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ ഈ പേര് ഞങ്ങൾ ചോദിച്ച് വാങ്ങിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ പല പല റൈസുകളുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ പുതുമയാർന്ന സംരംഭത്തിനാണ് നമുക്ക് താല്പര്യം. ഇവരുടെ പ്രവർത്തനങ്ങൾ ലോകം ഒട്ടാകെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച രാജേഷ് സാറിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. ഇവരുടെ ഈ സംരംഭം വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ കമ്പനി CEO ഡോക്ടർ രാജേഷ് നായർ മുഖ്യപ്രഭാഷണവും ഉൽപ്പന്ന അവതരണവും നടത്തി. 5 കിലോ ബാഗ് നമ്മൾ ഖത്തർ UAE എല്ലാം കയറ്റി അയക്കുന്നതാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു 2 വർഷമായിട്ട് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ എത്തിയിട്ടുണ്ട്. മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ 30 കിലോ അങ്ങോട്ട് പോകുന്നില്ല. 5 കിലോയാണ് കൂടുതൽ നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് മാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേഡ് കുറഞ്ഞാണ് സെക്കൻഡ് മാൻഡ് എന്ന് പറഞ്ഞത്. ഈ ബസ്മതി റൈസിന് നമ്മൾ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് മാൻഡ് എന്നാണ് രണ്ടാമത്തെ സെക്കൻഡ് മാൻഡ്. പിന്നെ എണ്ണി
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോർട്ട് ചെയ്ത് വരുമ്പം ഒരു ലാസ്റ്റ് സ്റ്റേജ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ബാലൻസ് വരുന്നതാണ്. അപ്പോൾ ടിബാർ എന്ന് പറയും, കേട്ടുണ്ടാവും, ടിബാർ റൈസ് ഇൻറ്റഗ്രേറ്റൊക്കെ ഉണ്ട് ടിബാർ ഇല്ലേ. ടിബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം ഒരു എഡ്ജ് ഒരു സ്വല്പം പൊട്ടിയിട്ടുണ്ടാവും, അതാണ് ടിബാർ. ആ രീതിയിലുള്ള വരുന്ന റൈസാണ് ഇത്. പക്ഷേ നല്ല റൈസാണ് ഇത്. നന്നായിട്ട് ഇത് ഇത്തിരി വിലക്കുറവ്, ന്യായമായിട്ട് വിലക്കുറവാണ് ഇത്. നമുക്ക് അത്യാവശ്യം സാധാരണ ഹോട്ടലുകളിൽ ബിരിയാണിയൊക്കെ വെക്കാൻ, അതായത് വില കുറഞ്ഞ ബിരിയാണിയൊക്കെ വെക്കാനാണ് 100, 150 അങ്ങനെയൊക്കെ വെക്കുന്നത് കൂടുതൽ ഇതാണ്. ഇത് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, കടകളിൽ ഇത് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഗോൾഡ് ഈ റൈസ് ഇതിന് 5 കിലോ നമുക്കില്ല. ഇത് 5 കിലോയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല ശരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റിലോട്ട് ആയിക്കഴിഞ്ഞാലും മന്തി റൈസിന് അത്ര ഡിമാൻഡില്ല. മിഡിൽ ഈസ്റ്റിൽ നമുക്ക് കൂടുതലും പോകുന്നത് സ്റ്റീംഡ് റൈസാണ്. പക്ഷേ സ്റ്റീംഡ് റൈസ് നമുക്ക് ഇവിടെ അധികം നമുക്ക് വരുന്നില്ല. അപ്പം റൈസ് നമുക്ക് ബസ്മതി റൈസ് 3 വിധത്തിലാണ്. ഒന്ന് വന്നിട്ട് നമ്മൾ പാർബോയിൽഡ് റൈസ് എന്ന് പറയും. പാർബോയിൽഡ് റൈസാണ് ഇത്. 3 പാർബോയിൽഡ് റൈസാണ്. അത് അതായത് സെമി കുക്ക്ഡാണ് ഇത് വരുന്നത്, അത്യാവശ്യം ക്രീമിയായി. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷീജ നൌഷാദ്, ജനറൽ മാനേജർ പ്രദീപ് കുമാർ തുടങ്ങി നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ക്ലാസിക് വൈറ്റ് ബസ്മതി റൈസ്, സെലക്ടഡ് വൈറ്റ് ബസ്മതി റൈസ്, ക്ലാസിക് ഗോൾഡ് ബസ്മതി റൈസ്, ബർദമാൻ കൈമ റൈസ് തുടങ്ങി ഗുണമേന്മയേറിയ എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്രൈഡ് റൈസ്, മന്തി ബിരിയാണി റൈസുകൾ സ്ഥാപനത്തിൽ നിന്നും ഹോൾസെയിലായി ലഭ്യമാണ്. ലോകോത്തര ഗുണമേന്മയും രുചിയിലുമുള്ള ഇൻഡസ് ഗാർഡൻ ബസുമതി കൈമ റൈസ് രുചിയുടെ ലോകത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. നമ്മളിവിടെ തുടങ്ങിയതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ ഒരു ഹൈ റേഞ്ചിൻ്റെ ഗേറ്റ് വേ ആണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് തൊടുപുഴ മാത്രമല്ല മൂവാറ്റുപുഴ, എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഏതാനും ഭാഗങ്ങൾ വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇടുക്കി ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇടപെട്ടിൽ തന്നെ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുക. നമുക്ക് ഇനീഷ്യലി നമ്മൾ ബെഡാമാട്ട് വഴി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബസ്മതി റൈസസ് ആൻഡ് കൈമ റൈസാണ്. ബസ്മതി റൈസ് നമുക്ക് പ്രീമിയം റൈസ് ഉണ്ട്, ഇടത്തരം റൈസ് ഉണ്ട്, അതുപോലെ തന്നെ മന്തി റൈസ് ഉണ്ട്, ഗോൾഡൻ റൈസ്. അതുകൂടാതെ നമുക്ക് പ്രീമിയം കൈമ ബിരിയാണി റൈസ് ഉണ്ട്. നമ്മളുടെ ബ്രാൻഡിൻ്റെ പേര് ഇൻഡസ് ഗാർഡൻ എന്നാണ്. നമ്മളുടെ ഓൺ ബ്രാൻഡാണ് അത്. ബെഡാമാർട്ടിൻ്റെ ഓൺ ബ്രാൻഡാണ് ഇൻഡസ് ഗാർഡൻ. അപ്പോൾ ഈ ഇൻഡസ് ഗാർഡന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫൈനസ്റ്റ് ക്വാളിറ്റി ബസ്മതി റൈസസ് ആൻഡ് കൈമ റൈസ് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഖത്തർ, UAE, സൗദി അറേബ്യ ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിംഗ് ഒന്നുമില്ലാതെ വളരെ സെൻറ്റഡ് അല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാണ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക. നമുക്ക് അതിനുവേണ്ടി നമുക്ക് കൈമ റൈസിന് ബർദമാനിൽ തന്നെയാണ് നമുക്ക് ഇതുള്ളത്. ഗോവിന്ദ്ഭോഗ് ഒറിജിനൽ പ്യുവർ ഗോവിന്ദ്ഭോഗ് GI ടാഗുള്ള ഗോവിന്ദ്ഭോഗ് ബിരിയാണി റൈസ് തന്നെയാണ്. അത് കലർപ്പില്ലാത്ത സീറോ കളർ, ഒട്ടും മിക്സിംഗ് ഇല്ലാത്ത ബിരിയാണി റൈസാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ബസ്മതി റൈസും എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാണ് ഇത് മാർക്കറ്റിലുള്ളത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 2 മാസമായി വേതനം ലഭിക്കാത്തതിൽ സമരവുമായി റേഷൻ വ്യാപാരികൾ. നവംബർ 19 സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കും. താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണയും നടത്തും. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. 1000 രൂപ ഉത്സവത്ത നൽകാത്തതിലും റേഷൻ വ്യാപാരികൾക്ക് എതിർപ്പുണ്ട്. അതിനിടെ റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് നീക്കം തുടങ്ങി. ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കരാറുകാരുമായി ഇന്ന് ചർച്ച നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷ ജില്ലാതല ഉദ്ഘാടനം നടത്തി. നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൊതുയോഗം തൊടുപുഴയിൽ നടന്നു.
സഹകരണ സംഘം പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠര് രാജീവരുടെയും കണ്ഠര് ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. മാളികപ്പുറം മേൽശാന്തി PG മുരളി മാളികപ്പുറത്ത് നട തുറന്നു. ഇടമലയാർ, താളങ്കണ്ടം, പൊങ്ങിൻചൂട് ആദിവാസി നഗറുകളെ ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നു. ആന്റണി ജോൺ MLAയുടെയും എൽദോസ് കുന്നപ്പള്ളി MLAയുടെയും നേതൃത്വത്തിൽ പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഭാവിയിലും വേണ്ടിവരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.